അതിനെ പൊടിച്ചിട്ട് ഇങ്ങനെ കെടുക്കാണ്. എന്തായാലും ആരാണ് വിളിച്ചിരിക്കണേ നിങ്ങള്? ഫോറസ്റ്റിനാ? നമ്മളെ നാട്ടിലിങ്ങനെ വിജനമായിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇത്തരം ജീവികളൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. കാട്ടുപന്നി, ഇപ്പൊ അടുത്ത് പുലി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെത്രയും തീരദേശമായിട്ടുള്ള തുറസായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇത് കഴിഞ്ഞ പ്രളയത്തിൽ വന്നത് ഇളകണുണ്ട്. നിങ്ങള് കഴിഞ്ഞ പ്രളയത്തിലെ വന്ന് കൂടിയതായിരിക്കും. ഇത്ര കുറെ ഉണ്ട്. അതിന് വിടുന്നുണ്ട് കേട്ടോ. പതുക്കെ കുറുക്കനാണ് കേട്ടോ. അതാണ്ടാ ഇത് ശരിക്ക് കണ്ടാൽ കുറുക്കനാണിത്. ഫോറസ്റ്റിന്ന് നിങ്ങളെ നോക്കിയത് ഇപ്പൊ ഫോറസ്റ്റിൽ നിന്നൊക്കെ ആള് വന്നു കേട്ടോ. അതിനെടുക്കാനുള്ള നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ പോട്ടാ. ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ പോട്ടാ. നസിയ എന്താ പാട്? ഇതാണ് ഇതിനാണ്. അതായത് കുറുനാരിയാണോ നായാണോ? ശരിക്കും കൺഫേം കുറുനാരിയുണ്ട്. നമ്മുടെ നാട്ടില് കുറുനാരി എന്ന് പറഞ്ഞ ഇതാട്ടോ. അവിടെ വലിയ മലമ്പ വല്ലോ. അത് കണ്ടോ? നിങ്ങൾക്ക് കണ്ടില്ല നിങ്ങൾ? അതിന്റെ കാല് കണ്ടോ? അയ്യോ ഇതിന് ഞാൻ കുറുക്കനാട്ടോ. അത് കുറുനരി. അല്ലോ ഇത് ഭയങ്കര സൈസല്ലോ. അയ്യോ ഇത് ഭയങ്കര വലുതാട്ടത്. ഇത് വലിയ സൈസാട്ടത്. വലിച്ചു കേട്ടോ. എടാ അതെ. അയ്യോ അത് നോക്കി ഇങ്ങോട്ട് കണ്ടോ? അതിന്റെ വായലുള്ളത് കണ്ടോ? അയ്യോ അതിന്റെ വായലതുള്ളതിന്റെ വല്ല അറ്റാക്ക് ചെയ്യൂലല്ലേ? അയ്യോ കുറുക്കനാ കിടക്കുന്നു. കുറുക്കനതാ കുറുക്കനാ കിടക്കുന്നു. ഓ ഇത് എന്ത് സൈസാ! ഇത് നമ്മളെ നാട്ടില് പഠിച്ചോന് ഭയങ്കര വലുതുള്ള. അയ്യോ അത് കണ്ടോ? ഞാനേ റെക്കോർഡ് ചെയ്തിട്ട് മൊത്തത്തിലിടും. അയ്യോ ആ മരത്തിന് വെച്ചിട്ട്. അയ്യോ പക്ഷെ അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ മരത്തിന് ചുറ്റി. എത്ര നീട്ടത്? ഏകദേശം എത്ര തൂക്കുണ്ടാവും ഇത്? അതിന്റെ തലഭാഗം അവിടെ തോന്നി. പക്ഷെ ഇത് ഭയങ്കര ഇത് കടിച്ചു കഴിഞ്ഞാല് അയ്യോ കണ്ടോ? അതിനെ ചുറ്റിട്ടേ മക്കളെ റെസ്ക്യൂ ചെയ്യണ രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് പാടുപെടേണ്ടി വരും. അത്രയും തൂക്കുണ്ട്, അത്രയും നീളുണ്ട്. കുറുക്കനാണ് ആ കിടക്കുന്നത് കേട്ടോ. ഇര പിടിച്ചതാണ്. മലമ്പാമ്പ് ഇവിടെ ഇഷ്ടം പോലെയാണ്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കുറേയാണ് കിട്ടുന്നത്. ഇത് മക്കളെ തിരൂരിനടുത്ത് മംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ? മംഗലം തിരുത്തുമ്മൽ റോഡിലാട്ടോ. വലിയ അപാര സൈസായിട്ടുള്ള ഒരു മലമ്പാമ്പാണ്. നല്ല തൂക്കുണ്ട്. ഇത് ഏകദേശം എത്ര കിലോ ഉണ്ടാവും മുസ്തഫ? 60-70 കിലോ എന്തായാലും ഉണ്ടാവും. അതായത് വലിയൊരു കുറുനാരിനെ തന്നെ അതിനെ വീങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. അതിനിപ്പോ വളരെ പാടുപെട്ടോ അത് ചാക്കിൽ കാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അതിന്റെ വണ്ണമൊക്കെ കണ്ടാലും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ടോ? അതിന്റെ വണ്ണം കണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു കാലിന്റെ ഒക്കെ വലുപ്പുണ്ട്. ഒരാളെ കാലിന്റെ ഒക്കെ വലുപ്പം വണ്ണം. എത്ര വലിയ കുറുനരിനെയാണ് അത് തിന്നപ്പോ നോക്കി. അത് ചത്തിട്ട് അതൊക്കെ എടുക്കുന്നു. നമ്മളിവിടെ ഇങ്ങനെ കുറെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് കാട്ടുപന്നി, അതുപോലെ തന്നെ മലമ്പാമ്പ്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ വന്നിട്ട് കൂടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമാണ് ഇതൊക്കെ. കാട്ടില് കൊടും വനത്തിലൊക്കെ കാണപ്പെടുന്ന ഈ സാധനം നമ്മളെ നാട്ടില്. അത് അതിലേക്ക് കേറി കിട്ടാനാണ് പ്രയാസം അല്ലേ? കേറിയോ? ചാക്കിലേക്ക് കയറി. അങ്ങനെ അതിസാഹസികമായിട്ട് അതിനെ നമ്മുടെ നസീം ടീമും സതീശനെ കൂടെ കീഴടക്കിട്ടാ. അതിസാഹസികമായിട്ട് 1-2 ആൾക്കാരല്ല, കുറെ ആൾക്കാർ കൂടിയിട്ട് ആണ് അതിനെ ആ ചാക്കിൽ. അതിന്റെ സൈസ് നോക്കി നിങ്ങള്. പടച്ചോന്
ഓ ആ ചാക്കിലിനെ കൊള്ളൂലല്ലോ. ഓ നസി എത്ര കിലോ ഉണ്ടാവും ഏകദേശം? എന്തായാലും ഒരു 50-60 കിലോ ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടാ. ആ അതിന് അതിസാഹസികമായിട്ട് നമ്മളെ നാട്ടിലുള്ള പേരെന്നെ കീഴടക്കിട്ടാ, കീഴ്പ്പെടുത്തി. അങ്ങനെ ഒരു കുറുക്കന്റെ ജീവൻ പോയി.